വെൽക്കം ടു Apron. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കപ്പ പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു അര കപ്പ് കപ്പ ഇതുപോലെ ചീകി എടുത്തതാണ്. ഇനി നമുക്ക് ചൈന ഗ്രാസ് ആണ് വേണ്ടത്. ഇത് 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റിൽ 10 ഗ്രാം ഉണ്ടാവുക, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമുക്ക് ഒരു പാനിലോട്ട് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ കപ്പയും ചൈന ഗ്രാസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന മെത്തേഡൊന്നുമല്ല. ചൈന ഗ്രാസൊക്കെ നമുക്കിങ്ങനെ ചെറുതായി കടിക്കണം. കപ്പയും ചൈന ഗ്രാസൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിലിംഗ് ഒന്നും ചെയ്യാണ്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കപ്പ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസൊക്കെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടണം. അത് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടും. ചൈന ഗ്രാസ് മെൽറ്റായോ നോക്കുക. അത് ഇപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് ആയി ഏകദേശം. നമ്മുടെ ഇതിങ്ങനെ ഒരു കുറുകി വന്നിട്ടുണ്ട്, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ഒരു ട്രേയിലോട്ട് മാറ്റാം. നമ്മളിന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു പുഡിംഗ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പീസായി കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ചൈന ഗ്രാസിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മേലെ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് പൊടിച്ചെടുത്ത് ഷുഗർ ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.